ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ശബരിമല വഴിപാട് വിവാദത്തിൽ മോഹൻലാലിനെതിരെ പരസ്യ വിമർശനവുമായി ദേവസ്വം ബോർഡ്. ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിക്കായി നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യമാക്കിയെന്ന മോഹൻലാലിന്റെ ആരോപണം തള്ളി ദേവസ്വം ബോർഡ്. ഒരു അഭിമുഖത്തിലാണ് മോഹൻലാൽ ഈ ആരോപണം ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഈ പ്രവൃത്തിയിൽ കടുത്ത നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിലാണ് ഇപ്പോൾ ബോർഡ് വിശദീകരണം നടത്തിയിരിക്കുന്നത്. തെറ്റിദ്ധാരണ മൂലമാണ് മോഹൻലാൽ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. വഴിപാട് രസീതിന്റെ ഭക്തന് നൽകിയ ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത്. ഒരു വഴിപാട് നടത്തുമ്പോൾ അതിന്റെ രസീതിന്റെ കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക. രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും. ഇതേ രീതിയിൽ മോഹൻലാൽ ചുമതലപ്പെടുത്തി ദേവസ്വം കൗണ്ടറിലെത്തി പണം ഒടുക്കിയ ആൾക്ക് രസീതിന്റെ ഭാഗം കൈമാറിയിട്ടുണ്ട്. ഇതാണ് വ്യാപകമായി പ്രചരിച്ചത്. ഇക്കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഈ വസ്തുതകൾ ബോധ്യപ്പെട്ട് മോഹൻലാൽ പ്രസ്താവന തിരുത്തണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ സമ്മതത്തോടെയാണ് മോഹൻലാലിനെതിരെ പരസ്യ പ്രതികരണം ദേവസ്വം ബോർഡ് നടത്തിയത്. ശബരിമലയിലെ വഴിപാട് രസീത് ചോർത്തിയത് ദേവസ്വം ബോർഡിലെ ആരോ ആണെന്ന മോഹൻലാലിന്റെ പ്രസ്താവനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതൃപ്തി പരസ്യമാക്കുമ്പോൾ മോഹൻലാൽ ഇനിയെന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. എമ്പുരാന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ വഴിപാട് കാര്യം ചോദ്യമായി എത്തിയത്. മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയത് എന്തിനു പറയണം? ശബരിമലയിൽ പോയി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി. ദേവസ്വം ബോർഡിലെ ആരോ ആണ് മാധ്യമപ്രവർത്തകർക്ക് വഴിപാട് രസീത് ചോർത്തിക്കൊടുത്തത്. പ്രാർത്ഥന നടത്തിയത് എന്തിനു പറയണം? അതെല്ലാം വ്യക്തിപരമല്ലേ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. ഇതിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രതികരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയുള്ള മോഹൻലാലിന്റെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അതൃപ്തിയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മമ്മൂട്ടി രോഗബാധിതനായി ആശുപത്രിയിലാണെന്ന വാർത്തകൾക്കിടയിലാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇതിനിടെ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ വഴിപാടും നടത്തിയിരുന്നു. ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു.